ഈ പാകിസ്ഥാന് സമാനമായി മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇറാനെ ഇന്നലെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. അവിടുത്തെ തലസ്ഥാനത്തെ എല്ലാം ഇന്നലെ തീമഴ കൊണ്ട് ആറാടുകയാണ് ഇസ്രയേൽ. അത് ഇപ്പോഴും ചില മേഖലയിൽ തുടരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായത്? വളരെ ലളിതമാണ്. ഈ ഇസ്രയേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഇറാൻ്റെ കയ്യിൽ ആണവ ബോംബുണ്ട്, അതൊരു സത്യമാണ്. അത് മറ്റാരെക്കാളും നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. കാരണം അത് അമേരിക്കയിൽ നിന്നാണ് പാകിസ്ഥാൻ വഴി ഇറാനിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് നേരെ ഇറാൻ അത് ഉപയോഗിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നുപയോഗിക്കും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഈ ഭീഷണി അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം, ഇസ്രയേലിനും നന്നായിട്ടറിയാം. ഒരു ചെറിയ രാഷ്ട്രമാണ് ഇസ്രയേൽ. നമുക്കറിയാം ഭൂപരിധി അതിൻ്റെ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനസംഖ്യയും ഒരു ബോംബ് മതി ഈ ഇസ്രയേൽ എന്ന ഒരു രാഷ്ട്രവും അവിടുത്തെ ആ ജനതയും ജൂത വിഭാഗവും മണ്ണോട് മണ്ണാകാൻ, അല്ലെങ്കിൽ മണ്ണിലേക്ക് പോലും ലയിക്കാൻ അവശേഷിക്കാതെ അതിനെ മുഴുവനും തീർത്ത് കളയാൻ ഒരു ആണവ ബോംബിന് കഴിയും. ഈ സത്യം അങ്ങനെ ഡെമോക്രസിൻ്റെ വാള് പോലെ ഇസ്രയേലിൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേലിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന ഏതൊരു നേതാവിനും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇറാൻ എന്ന് പറയുന്ന ക്ലർജികൾ ഭരിക്കുന്ന അവിടുത്തെ ഒരു മതപുരോഹിത വർഗമാണ്. അവർക്ക് യാതൊരു വിവരവുമില്ല ഈ ലോകത്തെക്കുറിച്ചോ ഈ ആണവ ബോംബിൻ്റെ മാരകമായ പ്രഹരശേഷിയെക്കുറിച്ചോ അതുണ്ടാക്കുന്ന നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന ദുരന്ത ഫലങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയുമില്ലാത്ത, ശത്രുവിനെ കൊല്ലുക, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ആ കാടൻ നീതി പ്രയോഗിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര, ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു മതപുരോഹിത വർഗമാണ്, ക്ലർജികൾ എന്നറിയപ്പെടുന്ന മതപുരോഹിത വർഗമാണ് ഇറാൻ ഭരിക്കുന്നത്. അവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ലോകത്തിനോടുള്ളത്? ഇപ്പോൾ ഇന്ത്യ ഒരു ആണവ ശക്തിയാണ്. പക്ഷേ ഇന്ത്യ ഒരു തീരുമാനം പറഞ്ഞു, ഞങ്ങൾ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആണവായുധം ഒരിക്കലും ഉപയോഗിക്കില്ല എന്നല്ല, ഞങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല. ഇനി ഞങ്ങളുടെ സുരക്ഷയെ കരുതിയിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല. ഇത് ഇന്ത്യ ലോകത്തിന് കൊടുത്ത വാക്കാണ്. അത് കോൺഗ്രസ് വന്നാലും BJP വന്നാലും CPM വന്നാലും ആര് ഭരിക്കാൻ വന്നാലും ഈ വാക്ക് നമ്മൾ മാറില്ല. കാരണം നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനങ്ങളാണ് ഇവിടുത്തെ ഭരണകൂടം, ജനങ്ങളാണ് ഇവിടുത്തെ സർവശക്തർ, അവരാണ് ഭരിക്കുന്നത് രാജ്യം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ ചൗക്കീദാറാണ്, ഞാൻ സേവകനാണ് എന്നൊക്കെ. ആ ജനങ്ങളുടെ സേവകരാണ് പ്രധാനമന്ത്രിയും ഈ പരിവാരങ്ങളും ഒക്കെ. അതവിടെ നിൽക്കട്ടെ. ഇതൊന്നും ഇറാന് ബാധകമല്ല. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആരോടും ഒരു ഉത്തരവും പറയണ്ട. അവർക്ക് കൈ കിട്ടിയ ബാധകമല്ലാത്തവരെ പാഠം പഠിപ്പിക്കും. അതാണ് ഇസ്രായേലിന്റെ ശൈലി. ഇസ്രായേൽ ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ വ്യക്തമാണ്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ഇസ്രയേൽ ആക്രമിച്ചു. അതെവിടെയാണെന്നും എങ്ങനെയൊക്കെയാണ് അവർ ആയുധം സൂക്ഷിക്കുന്നതെന്നും ഒക്കെ ഇസ്രയേലിന്, ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് ഇസ്രായേലിൻ്റെത് മൊസാദ്. ആ മൊസാദിനത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ കേന്ദ്രങ്ങളൊക്കെ അവർ ഒരു സുപ്രഭാതത്തിൽ ആടിച്ച് തകർത്തു, നശിപ്പിച്ചു കളഞ്ഞു. ഈ ഇറാനിൽ ഇനി എന്തൊക്കെ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് കണക്കെടുക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആണവ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ തീർത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇതെല്ലാം സംഭവിച്ചത് എവിടുന്നാണ്? ഈ പാകിസ്ഥാൻ്റെ ഖാൻ എന്ന് പറയുന്ന ആണവ രാഷ്ട്രപിതാവ്, ആ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ്, ആ ഖാനെ അമേരിക്കയിൽ കൊണ്ടുവന്ന് ഇത് പഠിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഒരു വെല്ലുവിളിയായിട്ട് പാകിസ്ഥാനെ നിലനിർത്താൻ ഒരു കാലത്ത് പരിശ്രമിച്ചത് അമേരിക്കയാണ്. അന്ന് അമേരിക്ക വിതച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അമേരിക്ക കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നവർക്ക് നിവൃത്തിയില്ല, അവർക്ക് മറ്റു വഴികളില്ല. ഇത് പാകിസ്ഥാനിൽ നിന്ന് 2 രാഷ്ട്രങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഒന്ന് ഇറാൻ, മറ്റൊന്ന് ഉത്തര കൊറിയ. നമുക്കറിയാം കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇറാനിലും. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഒന്ന് ഇന്ത്യക്കെതിരെ ഒരു വലിയ വെല്ലുവിളിയായിട്ട്, ഇന്ത്യ വളരാതിരിക്കാൻ എന്നും ഒരു തലവേദനയായിട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രം,
അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രോത്സാഹനം ഇന്ന് അമേരിക്കയ്ക്ക് കഴുത്തെ ചുറ്റിയ പാമ്പായി മാറിയിരിക്കുകയാണ്. അതുവഴി ഇസ്രയേലിനെ അവർ ഉപദ്രവിക്കുന്നു. ആ മറ്റു വഴികളില്ലാതെ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ സഹായിക്കേണ്ടി വരുന്നു ഈ ഇറാനെ പോലെയുള്ള രാഷ്ട്രങ്ങളെ ഒതുക്കാൻ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഖാൻ ഇത് മാത്രമല്ല, കോടിക്കണക്കിന് ഡോളർ പണം വാങ്ങിക്കൊണ്ടാണ് ഇയാൾ ഈ സാങ്കേതിക വിദ്യ വിറ്റിരിക്കുന്നത്. ഇത് ഈ പറയുന്നത് പോലെ ഇറാനും ഉത്തര കൊറിയയ്ക്കൊന്നും വെറുതെ കൊടുക്കുകയല്ല ചെയ്തത്. വലിയ തുകകൾ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഇത് മറിച്ചു വിറ്റിരിക്കുന്നത്. ഇനി ഇയാൾ ഇത് വേറെ ആർക്കൊക്കെ നമുക്കറിയാം. പാലസ്തീനിൽ ഹമാസ് ഉണ്ട്, അതുപോലെ യമൻ, സിറിയ ഈ തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും സൈന്യമല്ല, അവിടെ ഭീകരവാദികളാണ് ഭരിക്കുന്നത്. ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണ് ഈ രാഷ്ട്രങ്ങളൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് ഈ ആണവായുധത്തിൻ്റെ വ്യാപ്തിയും അത് വിതയ്ക്കുന്ന ദുരന്തത്തിൻ്റെ തീവ്രതയൊന്നും അവർക്ക് അറിയില്ല. അവർ കൈ കിട്ടിയ ആയുധം അതെടുത്ത് ഉപയോഗിക്കും. അങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ ലോകത്തെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയാണ്. അതിൻ്റെ ആ ദുരന്തമാണ് ഒരു വാവിളർന്ന് നിൽക്കുന്ന ഒരു വലിയ വ്യാളി. അതാണ് ഇന്ന് അമേരിക്കയുടെ മുന്നിൽ ഈ ഇറാനും ഉത്തര കൊറിയയും ഒക്കെ ഉയർത്തുന്ന ഭീഷണി. അതുകൊണ്ട് തന്നെ മറ്റു വഴികളില്ല. ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ അടിച്ചേ മതിയാവുള്ളൂ. അതിന് ഈ പറയുന്നത് പോലെ അമേരിക്കൻ ഭരണകൂടവും ഡീപ് സ്റ്റേറ്റും അവിടുത്തെ ചാരസംഘടനകളും ഒക്കെ അതിന് എല്ലാ ഒത്താശയും ചെയ്യും എന്ന് തീർച്ചയാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ആ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ കണക്കിന് ഈ വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, ഇറാനിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ വലിയ രീതിയിൽ അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പകരമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടാകുമോ? തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേവലം ഇറാൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വിഷയം. ഈ ഇറാന് പിന്തുണയുമായിട്ട് മറ്റു പലരും വരും. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നില്ല. സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും ഈ പറയുന്നത് പോലെ. സൗദി അറേബ്യ ഇറാന്റെ ശത്രുപക്ഷ. ട്രംപിന്റെ വരവോടുകൂടി തന്നെ ഇറാനുമായി ചെറിയ രീതിയിൽ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഇസ്രായേലിനെ നോട്ടമിട്ടാൽ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട്? അമേരിക്കയ്ക്ക് മറ്റു വഴികളില്ല. ഇസ്രായേലിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രംപ് ഇറാനുമായിട്ട് ധാരണ, ചർച്ച എന്നൊക്കെ പറയുന്നത് അതൊരു തന്ത്രമാണ്. ഒരു വശത്ത് നമ്മൾ ആദ്യമേ ചെന്ന് ആരെയാണോ നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ആളിനോട് ചെന്ന് ആദ്യം ഒരു സന്ധി സംഭാഷണം നടത്തുക, പിന്നീട് അടിക്കുക. അപ്പോൾ ആദ്യത്തെ ആ സന്ധി സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സൗഹൃദത്തിൻ്റെ ഇത് പറഞ്ഞ് ഈ അടിച്ചതിന് ശേഷം വീണ്ടും കൂട്ടുകൂടുക. ഇതൊരു തന്ത്രമാണ്. അമേരിക്ക ഇത്തരം തന്ത്രങ്ങളൊക്കെ എല്ലാ കാലത്തും ഉപയോഗിക്കും. ഇത് ഇന്ത്യക്ക് നേരെയും പലപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വേണ്ടത്ര വിജയിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് മറ്റു വഴികളില്ല. ഇറാൻ ഈ ആണവായുധം എടുത്ത് ഉപയോഗിക്കും. എന്നാൽ ഈ അമേരിക്കയുടെ ചാരസംഘടനയും മൊസാദും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്, അവരുടെ ആൾക്കാരുണ്ട്. അവിടെ നിന്ന് രഹസ്യം കൃത്യമായിട്ട് ചോർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കും. അത്തരത്തിൽ ഇറാൻ എന്തോ ഒരു നീക്കം നടത്താൻ പോകുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. എന്താ ഇത്രയും ദിവസം അടിക്കാതിരുന്നത്? ഇസ്രായേലുമായിട്ട് ഇതിനേക്കാൾ ടെൻഷൻ ഉണ്ടായ, അതായത് പരസ്പരം ഏറ്റുമുട്ടാൻ, കടിച്ചു കീറാൻ ഇങ്ങനെ മുഖത്തോട് മുഖം നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അടിച്ചില്ല? എന്തുകൊണ്ട് ഇപ്പോൾ അടിച്ചു? അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ എന്തൊക്കെയോ ചെയ്യാൻ കോപ്പ് കൂട്ടുകയായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക തന്നെയാണ് ഇത് അടുപ്പിച്ചിരിക്കുന്നത്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ആവശ്യമാണ്. കാരണം ലോകം മുഴുവനും ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ കൂടെ നിർത്തേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഈ പറയുന്നത് പോലെ ഇന്ത്യ ചേരിചേരാ നയമാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ആക്രമണത്തെയോ യുദ്ധത്തെയോ ഒന്നും അനുകൂലിക്കുന്നില്ല. സമാധാനത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണമെന്നാണ്. പക്ഷേ നയതന്ത്ര തലത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴും, ഒരു നിലപാടെടുക്കുമ്പോഴും നമുക്കറിയാം ഇസ്രായേൽ ചെയ്തതിനകത്ത് ശരികളുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനോ ഇസ്രായേലിനെ അനുമോദിക്കാനോ നമ്മൾ പോവില്ല. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമ്മളത് കണ്ടതാണ്. അതേസമയം ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട്, കർശനമായ നിലപാട് അത് ഇന്ത്യ തുടരുകയും ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഇസ്രായേലിന് എന്തോ രഹസ്യം ചോർന്ന് കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് അവർ ഇറാനെ അടിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. നാശനഷ്ടങ്ങൾ എത്രയെന്നുള്ള കണക്കെടുക്കുമ്പോൾ നമുക്കറിയാം ഇറാനിൽ വല്ലതും അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായ ചർച്ചകൾ തുടരാം. എന്തായാലും ഇതിനെല്ലാം ഒരു പാക് ബന്ധം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ പാകിസ്ഥാൻ വഴി ഈ കുഴപ്പങ്ങൾക്കെല്ലാം വിത്ത് വിതച്ചത് ഒരു കാലത്ത് അമേരിക്കയാണ് എന്നുള്ള സത്യവും അവശേഷിക്കുകയാണ്. സത്യത്തിൽ അമേരിക്ക മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വന്തം ചെയ്തികൾ ഇന്ന് അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.